പടച്ചവനും ഉണ്ടാവുമെന്ന് സമാധാനിക്കണം. ഇതാണ് ഖുർആന്റെ ആയത്ത്. ചില ആയത്തൊക്കെ ഓതുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊക്കെ തോന്നും നമ്മൾ എങ്ങനെയാണ് ഈ ആയത്ത് ഓതുക? കാരണം ഖുർആൻ പറയുന്നത് അള്ളാഹുവിനനുസരിക്കണം, പ്രവാചകനനുസരിക്കണം. തയ്യാറാണ് നാഥ. വലാ തനാസോ, നിങ്ങൾ ഭിന്നിക്കരുത്. ഞാനും നിങ്ങളും ഭിന്നിച്ചിട്ടില്ല. പക്ഷെ നാം വരുമ്പോഴേക്ക് ഭിന്നിപ്പിന്റെ ഒരു കാലത്തേക്കാണ് നമ്മളൊക്കെ പറന്നു വീണത്. ദീനിയായ എന്തെങ്കിലും പഠിക്കാൻ മെനക്കെട്ട് നിർത്താൻ ഭിന്നിപ്പ് കണ്ടു. ദീനിയായ ഒരു കൂട്ടായ്മക്ക് ശ്രമിച്ചപ്പോ ഭിന്നിപ്പ് കണ്ടു. സ്വന്തം മഹലിൽ ഭിന്നിപ്പ് കണ്ടു. ആ ഭിന്നിപ്പുകൾ ചുരുങ്ങുകയല്ല, വളരാണ്. ഫതശലു, നിങ്ങളെ ശക്തി ചോർന്നു പോകും ഭിന്നിച്ചാല്. വതദ്ഹബരീഹുക്കും, നിങ്ങളെ കാറ്റു പോകുമെന്ന, നിങ്ങളെ വീര്യം നഷ്ടപ്പെടും. ഇത് ഖുർആന്റെ നിർദ്ദേശം. എന്നേർക്കും ഈ തീരുമാനം മുസ്ലിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുക? എന്തായിരുന്നു മുസ്ലിങ്ങളുടെ ഈ ഐക്യം നഷ്ടപ്പെട്ടു പോവാൻ കാരണമായത്? പഠിക്കുകയും ചിന്തിക്കുകയും നമ്മുടെ തലയെ മതിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബേജാറാക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നാം വരുമ്പോഴേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ചുറ്റുപാടുകളിൽ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ അത്യാവശ്യത്തിലധികമുള്ള ഭിന്നിപ്പ് ഇപ്പൊ ഉണ്ട്. നമുക്കൊരു തീരുമാനം എടുക്കാമല്ലോ. പിണങ്ങാനും പിണക്കാനും എളുപ്പ. പക്ഷെ പിണങ്ങാനും പിണക്കാനും ഞാനില്ല എന്ന് തീരുമാനിക്കാലോ. ഇനിയും ഒരു ഐക്യത്തിന്റെ അംഗത്തിന് ഇല്ല എന്ന് തീരുമാനിക്കാം. മുസ്ലിങ്ങൾ തമ്മിൽ അനൈക്യപ്പെടുത്താനുള്ള എന്ത് ശ്രമം ഏത് ഭാഗത്തുനിന്ന് വന്നാലും പിന്തുണക്കില്ല എന്ന് തീരുമാനിക്കണം, അള്ളാഹനെ വിചാരിച്ചിട്ട്. മുസ്ലിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ആവട്ടെ, ചിലപ്പോഴത് ശക്തമായിരിക്കാം, അശക്തമായിരിക്കാം, ദുർബലമായിരിക്കാം, എന്തൊക്കെയാവട്ടെ, ഏതൊരവസ്ഥയിൽ ഒരു ചുറ്റുപാടുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ തമ്മിൽ മതപരമായ വിഷയങ്ങളിലെ പോരായ്മകളെ കുറിച്ച് പറയേണ്ട, മഅറൂഫുകൾ കൽപ്പിക്കണ്ട, മുൻകരുകൾ വിരോധിക്കണ്ട എന്നല്ല. അത് പറയണം. അത് പറയാനുള്ള എല്ലാ അവകാശവും അല്ല, ബാധ്യതയുമുള്ളവരാണ് നമ്മൾ. അതോടൊപ്പം തന്നെ ഒരു ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ കാണിക്കപ്പെടേണ്ട പരസ്പര സ്നേഹം, പരസ്പര ബന്ധം, അത് നശിപ്പിക്കപ്പെടാതെ തകർക്കപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ തലയിൽ ഉണ്ടാവണം. ഇതാണ് എനിക്ക് ക്ലാസ് കൊണ്ട് പറയാനുള്ളത്. വേണ്ട ഇനി ഒരു അകൽച്ച, വേണ്ട ഇനി ഒരു പിണക്കം വേണ്ട. ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യേണ്ടവരൊക്കെ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പോവട്ടെ. മുസ്ലിം സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ, വിവിധ കക്ഷികൾ തമ്മിൽ ഏതെങ്കിലും നിലക്കുള്ള സഹകരണങ്ങളോ സഹവർത്തിത്വങ്ങളോ നിലനിൽക്കുന്നുവെങ്കിൽ അത് ശക്തിപ്പെടാനല്ലാതെ അത് അകന്നു മാറാനുള്ളൊരവസ്ഥ ഉണ്ടാവരുത്. ഉണ്ടാക്കപ്പെടുന്നുവെങ്കിൽ അതിനെ പിന്തുണക്കാൻ എന്റെ ഈമാൻ എന്നെ സമ്മതിക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. രണ്ടാമതൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നത്, ഖുദ്സ്, ബൈത്തുൽ മുഖദ്ദസും ആ മസ്ജിദുൽ അഖ്സയും അടങ്ങുന്ന ആ ഭാഗം, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അത് ഫലസ്തീനികളുടെ മണ്ണിന്റെ മോചനത്തിന്റെ ശ്രമമല്ല ഇത്. അങ്ങനെ ആളുകൾ ധരിച്ചിരുന്നു. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ഒരു പള്ളിയാണത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. കഅബ ഷരീഫിനെയും മസ്ജിദുൽ അഖ്സയെയും ബന്ധിപ്പിച്ചുകൊണ്ട് അപ്പുറത്ത് സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആദ്യമായി തിരിഞ്ഞ് നിസ്കരിച്ചത് ആ പള്ളിയിലേക്കാ, പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്കാ. അവിടേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിലിന്റെ യാത്ര പോയത്. അവിടെ നിന്നാണ് പ്രവാചകൻ മെഹ്റാജിന്റെ യാത്ര തുടങ്ങിയത്. മുസ്ലിങ്ങൾക്ക് പുണ്യപള്ളിയായി നിശ്ചയിക്കപ്പെട്ട 3 പള്ളികളേ ഉള്ളൂ. പുണ്യം ആഗ്രഹിച്ച് തീർത്ഥയാത്ര നടത്താൻ 3 പള്ളികൾ. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം, രണ്ടാമത്തെ മദീനയിലെ മസ്ജിദ് നബവി, മൂന്നാമത്തേത് ബൈത്തുൽ മുഖദ്ദസാണ്. അത് നമ്മുടെ പള്ളിയാണ്. അതാരുണ്ടാക്കി? നേരെ മറിച്ച് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ലോകത്ത് ആദ്യമായി ഉണ്ടാക്കപ്പെട്ട പള്ളി ഏതാണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മസ്ജിദുൽ ഹറാമാണ്, കഅബ ഷരീഫാണ്. പിന്നെ ഏതാണെന്ന് ചോദിച്ചു, അത് ബൈത്തുൽ മുഖദ്ദസ് ആണെന്ന് പറഞ്ഞു. ഈ സഹാബി ചോദിച്ചു, ഈ രണ്ടിന്റെയും ഇടയിൽ എത്ര കാലത്തെ പീരീഡ് ഉണ്ടായിരുന്നു, എത്ര കാലം കഴിഞ്ഞിട്ടാണ്? 40 വർഷം കഴിഞ്ഞിട്ടാണ് എന്ന് പറയുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മസ്ജിദുൽ ഹറാമാണ് ലോകത്ത് ആദ്യമായി ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പള്ളി, ആരാധനാലയം. അത് നിർമ്മിച്ച് 40 വർഷങ്ങൾക്ക് ശേഷം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനത്തെ വാക്കാണ്. പിന്നെ അത് ആദം നബിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് പറയാൻ നടക്കേണ്ടത്. ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കഅബാലയം നിർമ്മിച്ചതിന് ശേഷം 40 വർഷത്തിനിടയിൽ മറ്റൊരു പ്രവാചകൻ കടന്നു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ്. അല്ല, ഒന്നുകൂടി ആലോചിക്കാം.
ദാവൂദ് നബിയുടെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെ കാലഘട്ടം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം 40 വർഷം കഴിഞ്ഞിട്ടാണോ? അല്ല. പിന്നെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനും ഖുദ്സ് തമ്മിലുള്ള ബന്ധം എന്താണ്? അതവർ പുതുക്കി പണിതിട്ടുണ്ട്, അത്രയുള്ളൂ. സാധാരണ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെട്ടു വരാറ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ് ഖുദ്സ് ഉണ്ടാക്കി. അങ്ങനെയല്ല. 40 വർഷത്തെ ഇടവേളയാണ് തമ്മിലുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടി ഈ ബൈത്തുൽ ഹറാം നിർമ്മിക്കുകയും അപ്പുറത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും കൂടി ബൈത്തുൽ മുഖദ്ദസ് പണി തീർത്തുകയും ചെയ്തു എന്നാണ്. ക്ലാസ്സുകളിൽ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് എന്ന പേരിൽ കാണിക്കപ്പെടുന്ന ആ ചിത്രം, ആ മഞ്ഞ ടോംബിന്റെ ചിത്രം, ആ കുബ്ബയുടെ ചിത്രം, അത് ബൈത്തുൽ മുഖദ്ദസ് അല്ല. അത് മസ്ജിദ് സഹ്റ എന്നോ ഖുബ്ബത്തു സഹ്റ എന്നോ പറയുന്ന മറ്റൊരു പള്ളിയുടെ ചിത്രമാണിത്. അതല്ല ഖുദ്സ്. ഖുദ്സ് അതിനോട് ചേർന്നുള്ള മറ്റൊന്നാണ്. അതേതാണ്ട് എനിക്ക് പറയാൻ തോന്നുന്നു, ഉദാഹരണം സാധാരണ ഞാൻ പറയാറ് നമ്മുടെ നാട്ടിൽ LP സ്കൂൾ മാതിരി എന്നാണ്. ഒരു വരാന്തയും കുറച്ച് കമാനങ്ങളുമായി ഒരു ചെറിയ പള്ളിയുണ്ട് അവിടെ, ഏതാനും മുറികൾ പോലെ തോന്നിക്കുന്ന. അതാണ് യഥാർത്ഥത്തിൽ ഖുദ്സ്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ പോയത് അവിടേക്കാണ്, തിരിഞ്ഞു നിന്നതും ആ പറയുന്ന സ്ഥലത്തേക്കാണ്. ഇത് പിൽക്കാലത്ത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലിന്റെ യാത്രയിൽ തന്റെ ബുറാക്കിനെ കെട്ടിയിട്ട ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയുടെ ഭാഗം ഉള്ളിൽ വരുന്ന മാതിരി പിൽക്കാലത്ത് മുസ്ലിങ്ങൾ നിർമ്മിച്ച ഒരു പള്ളിയാണത്, ഖുബ്ബത്തു സഹ്റ. അതാണ് ആ മഞ്ഞ ചിത്രത്തോടെ കാണുന്നത്. ആ മഞ്ഞ ചിത്രത്തിൽ കാണുന്നത് മഞ്ഞ ഗോപുരത്തോട് കുബ്ബയോടുകൂടി കാണുന്നതല്ല മസ്ജിദുൽ അഖ്സ എന്ന് മനസ്സിലാക്കുക. മുസൽമാൻ തെറ്റിദ്ധരിക്കുന്നതിന്റെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതിന്റെയും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ. കാരണം ആളുകളോട് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുന്നില്ല. വിവരമുള്ളവർക്ക് വരെ നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് നാം അതിനെക്കുറിച്ച് അറിയുക, മനസ്സിലാക്കുക, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നും എന്താണ് ഉണ്ടായ മാറ്റങ്ങളെന്നും എന്താണ് മുസ്ലിങ്ങൾ ആ പള്ളിയോട് കാണിച്ച തീരുമാനങ്ങളെന്നും അറിയാൻ ശ്രമിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. അതെല്ലാം ഒക്കെ ക്ലാസ്സുകളിൽ വെച്ച് ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് തീർക്കാൻ ഒരുപാട് സമയമെടുക്കുമല്ലോ. കാരണം ഞാനൊക്കെ കേൾക്കുന്ന ഒരു വലിയ പരാതി പല വിഷയങ്ങളെ പറ്റിയും പള്ളിയിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ 54 ആഴ്ച 53 ആഴ്ചയെ കിട്ടുക. പല വിഷയങ്ങളും പറയുന്നത് തന്നെ വീണ്ടും പറയേണ്ടി വരും, ചിലത് വിട്ടുപോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ ക്ലാസിന്റെ അവസാനത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നമുക്ക് അള്ളാഹു നൽകിയ ഒരു ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം പരലോകത്തിലെ സ്വർഗമാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാണ്. ആ യാത്രയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് എന്തൊക്കെയാണോ വ്യക്തിപരമായ ഉത്തരവാദിത്വം അത് നിർവഹിക്കണം, കുടുംബപരമായ ഉത്തരവാദിത്വം അത് നിർവഹിക്കണം. അതേപോലെ തന്നെയാണ് സമൂഹമായ ഒരു ഉമ്മത്ത് എന്ന പേരിൽ നമ്മുടെ ഉത്തരവാദിത്വം അത് നിർവഹിക്കാൻ സാധിക്കണം. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സമായി തീരുന്ന ഒന്നും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തതാ മുസൽമാൻ അവന്റെ അവകാശങ്ങൾ പലതും നാട്ടില്. അത് വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തതാ. ഹജ്ജിന്റെ സബ്സിഡി ആരുടെ ഔദാര്യമല്ല. മുസൽമാന് ഹജ്ജിന് മാത്രം അങ്ങാണ്ടാണ് സബ്സിഡി നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ്. അവിടെ സിഖുകാർക്ക് ഏതൊക്കെയോ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സർക്കാർ പണം കൊടുക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് ഒരു പട്ടികയുണ്ടെന്നായിട്ട് അവിടേക്കുള്ള സന്ദർശനത്തിന് സർക്കാർ പണം കൊടുക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എത്രയോ കാലങ്ങളായിട്ട്. മുസൽമാനാകെ ഇതോ വേറെ ഏതോ ഒന്നുകൂടിയുള്ളൂ. ആരുടെ ഔദാര്യമൊന്നുമല്ല, അത് മുസൽമാൻ അർഹതപ്പെട്ടതാ, മുസൽമാന്റെ പണത്തിൽ നിന്ന് ലഭിക്കുന്നതാ. അതാരുടെ ഔദാര്യമാണോ? അതൊക്കെ നശിപ്പിക്കപ്പെട്ടുകൂടാ. അറബി ഭാഷ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി 3 ജീവൻ കൊടുത്ത ഒരു ഉമ്മത്തിന്റെ പിൻഗാമികളാണ് നമ്മള്. ഒരുപാട് വായിച്ചു നോക്കിയിട്ടുണ്ട്. ലോകത്ത് അറബി ഭാഷയ്ക്കെതിരായി നടന്ന സമരങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. പക്ഷെ ജീവൻ കൊടുത്തൊരു ഭാഷ പഠിക്കാൻ വേണ്ടി ത്യാഗം ചെയ്തവര് കേരളത്തിലെ മുസൽമാനേ ഉള്ളൂ. സത്യം പറ, നിങ്ങൾ ഉദാഹരണം. എന്തിനു വേണ്ടിയാ 3 ജീവൻ കൊടുത്തത്? അറബി ഭാഷ, ഞങ്ങളുടെ ദീന്റെ ഭാഷ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അത് തടയാൻ ഞങ്ങൾ ഒരാളെ സമ്മതിക്കൂല. അത് തടഞ്ഞാല് ഞങ്ങൾ ഉയരും അതിന്റെ കൂടെ കൊണ്ടുപോയിക്കുന്നാ പറഞ്ഞത്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ആ അവകാശം നഷ്ടപ്പെടുത്തണോ മുസൽമാന്റെ അവകാശം? എന്തൊക്കെ ന്യായം പറഞ്ഞിരുന്നാലും ശരി, അറബി പഠിക്കുമ്പോൾ മാത്രമാണോ മുസൽമാന്റെ അല്ലെങ്കിൽ നാട്ടിലെ വിദ്യാഭ്യാസം മുഴുവൻ തകരുന്നത്?